ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ സിസ്റ്റംസ് എന്നുള്ള ടോപ്പിക്കിലെ ട്യൂട്ടോറിയൽ ടൈപ്പ് 0 സിസ്റ്റത്തിന്റെ ഇൻഫിനിറ്റി ആണ് വരിക. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് നമ്മൾ പറയാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എറർ കോൺസ്റ്റൻസ്. So correct option B on 1/1 plus Kp. Next question. A second order system has a transfer function given by g of s equal to 25 divided by s square plus 8s plus 25. If the system initially at rest is subjected to a unit step input at t equal to 0, the second peak in the response will occur at second peak. Now question, second order system has a transfer function given by 25 divided by s square plus 8s plus 25. If the system initially at rest is subjected to unit step input at t equal to 0, the second peak in the response will occur at. ഇവിടെ നമുക്ക് സിസ്റ്റം തന്നിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ്. ജി ഓഫ് എസ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 8s പ്ലസ് 25. ഓക്കെ, സിസ്റ്റം ബിഹേവിയർ, സെക്കൻഡ് ഓർഡർ സിസ്റ്റം ബിഹേവിയർ 3 ടൈപ്പ് ആയിട്ട് പറയുന്നുണ്ട്. 3 ടൈപ്പ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാ സിസ്റ്റവും നമുക്ക് 3 ടൈപ്പ് ആയിട്ട് പറയാം. ഏതൊക്കെയാണ്? സെക്കൻഡ് ഓർഡർ സിസ്റ്റം റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പ് ആയിട്ട് വരുന്നത്. ഒന്ന് അണ്ടർഡാംപ്ഡ്. That is the parameter zeta is lying in the range 0 to 1. Second case, critically damped. Zeta equal to 1. Third one, overdamped. Zeta greater than 1. So നമുക്ക് ഇത്തരം പീക്ക് ഓവർഷൂട്ടും അണ്ടർഷൂട്ടൊക്കെ വരുമ്പോൾ അത്തരം സിസ്റ്റം എന്ന് പറയുന്നത് അണ്ടർഡാംപ്ഡ് ആയിരിക്കും. ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നതായിരിക്കും. ഓക്കെ, അതായത് സ്റ്റെപ്പ് റെസ്പോൺസ് എങ്ങനെയായിരിക്കും വരിക? സ്റ്റെപ്പ് റെസ്പോൺസ് വരുന്നത് സ്റ്റെപ്പ് റെസ്പോൺസ് ടൈമിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് സി ഓഫ് ടി, റെസ്പോൺസ് ടു സ്റ്റെപ്പ് ഇൻപുട്ട്. സ്റ്റെപ്പ് ഇൻപുട്ട് 1. Response of the system will be like this. Okay, ഈ രീതിയിലാണ് നമുക്ക് അണ്ടർഡാംപ്ഡ് സിസ്റ്റം. ഫോർ അണ്ടർഡാംപ്ഡ് സിസ്റ്റം ചോദിച്ചിട്ടുള്ള ടൈം എന്താണ്? The second peak occur at t equal to ഏത് വാല്യൂലാണ്? ടിയുടെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സെക്കൻഡ് പീക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റാണ്. T2p എന്ന് കൊടുക്കാം. ഫസ്റ്റ് പീക്ക് occur at this time T1p. ഓക്കെ, ഫസ്റ്റ് പീക്ക്, സെക്കൻഡ് പീക്ക്, തേർഡ് പീക്ക്, അങ്ങനെ കുറെ പീക്കുകൾ വരും. ഇതിന്റെ പീക്ക് ഒക്കർ ചെയ്യുന്ന ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് ടൈം TP ഈക്വൽ ടു n pi ഡിവൈഡഡ് ബൈ ഒമേഗ ഡി എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. n pi ബൈ ഒമേഗ ഡി. എന്താണ് ഇവിടെ പാരാമീറ്റേഴ്സ്? തീറ്റ എന്ന് പറയുന്നത് അത് നമുക്ക് സിസ്റ്റം 2 പാരാമീറ്റേഴ്സ് ആണ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം വരുമ്പോൾ. ഒന്ന് അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ or simply natural frequency of oscillation. Natural frequency of oscillation.
omega n and zeta damping ratio zeta. ഇത് രണ്ട് നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇതിന്റെ ജനറൽ എക്സ്പ്രഷനായിട്ട് കമ്പയർ ചെയ്താൽ മതി. ജി ഓഫ് എസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഇൻറ്റു എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. ഓക്കെ, കമ്പയറിംഗ് വിൽ ഗെറ്റ് ഒമേഗ എൻ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഈക്വൽ ടു എത്ര കിട്ടും? 25 ആണ്. ഒമേഗ എൻ ഈക്വൽ ടു 5 റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, സെക്കൻഡ് പാരാമീറ്റർ ഈസ് സീറ്റ. 2 സീറ്റ ഒമേഗ എൻ, അതിന്റെ വാല്യൂ എത്രയാണ്? 2 സീറ്റ ഒമേഗ എൻ ഈക്വൽ ടു 8 ആണ്. ഒമേഗ എൻ 5 ആവുമ്പോൾ സീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടാം സീറ്റ ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 5 ഈക്വൽ ടു 0.8. സോ 0.8 എന്ന് പറയുമ്പോൾ 0 to 1 റേഞ്ചിലാണ് വരുന്നത്. ദ സിസ്റ്റം ഈസ് അണ്ടർ ഡാംപ്ഡ്. സിസ്റ്റം ഈസ് അണ്ടർ ഡാംപ്ഡ്. And what is omega d? Damped frequency of oscillation. Damped frequency of oscillation. Omega d is given by omega d equal to omega n into square root of 1 minus zeta square. Next, TP the value ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. TP is peak time. അപ്പോൾ ഇത് n can take value 1, 2, 3 etc. അപ്പൊ n1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് പീക്കിന്റെ ടൈമാണ്. ഈ 1p ആണ്. ദാറ്റ് ഈസ് പൈ ബൈ ഒമേഗ ഡി. ഓക്കെ, പൈ ബൈ ഒമേഗ ഡി ഫസ്റ്റ് പീക്കിന്റെ ടൈമാണ്. സെക്കൻഡ് പീക്കിന്റെ ടൈം നമുക്ക് കിട്ടുന്നത് T2p ഈക്വൽ ടു 2π ബൈ ഒമേഗ ഡി. 2π divided by omega d equal to omega n into square root of 1 minus zeta square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിന്റെ ടൈം റെസ്പോൺസ് ആണ് നമ്മൾ പറഞ്ഞത്, സ്റ്റെപ്പ് റെസ്പോൺസ്. വർക്കൗട്ട് ചെയ്ത് നോക്കൂ. T2p സെക്കൻഡ് പീക്ക്. ടു പൈ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ. ഒമേഗ എന്നിന്റെ വാല്യൂ യെസ് സി അല്ലേ? 2π ബൈ റൈറ്റ് ആൻസർ സി തന്നെയാണ്. 2π ബൈ 3 seconds. ഒമേഗ എൻ ഇസ് 5 ഇൻറ്റു അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.6 ആണെന്ന് അല്ലേ? 2π ബൈ 3 seconds. പൈ ബൈ 3 സെക്കൻഡ് ആണ് ഫസ്റ്റ് പീക്ക് വരുന്നത്. ഫസ്റ്റ് പീക്ക് ആയിരിക്കും ഏറ്റവും വലിയ ഓവർഷൂട്ട്. പിന്നീട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. കാരണം ഈ കുറഞ്ഞു വരുന്നത് ഡി കെ എന്ന് ഇ റൈസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഇൻറ്റു ടി എന്നുള്ളൊരു ടേം വരുന്നുണ്ട്. എക്സ്പോണൻഷ്യൽ ഡി കെ ഇൻറ്റു ആ ഒരു ടേം വരുന്നതുകൊണ്ട് ഇങ്ങനെ കുറഞ്ഞു വരും. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. അവസാനം അത് സെറ്റിൽ ചെയ്യുന്ന വാല്യൂ ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇറ്റ് വിൽ സെറ്റിൽ ഡൗൺ ഇൻറ്റു 1. C of infinity become 1. Right answer is option C, 2π by 3. Okay, Shabnam. Answer കിട്ടിയിട്ടുണ്ടോ? Yes, okay. Right. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A unity feedback control system has open loop transfer function g of s equal to 4 into 1 plus 2s divided by s square into s plus 2. If the input to the system is a unit ramp, the steady state error will be.
So unit ramp ആണ് transfer function is given by this. യൂണിറ്റ് റാമ്പ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. യൂണിറ്റ് റാമ്പ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഡി ആണ്, ഡി യൂണിറ്റ് റാമ്പ് ഡി ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇത് ഏതാ ടൈപ്പ്? റിനിൽ ടൈപ്പ് നമ്പർ ഓഫ് ദ സിസ്റ്റം ടൈപ്പ് 2 അല്ലേ? ടൈപ്പ് 2 അല്ലേ? ടൈപ്പ് 2 അല്ലേ? ടൈപ്പ് 0 ഇൻഫിനിറ്റി വരും അല്ലേ? ടൈപ്പ് 0 ഇൻഫിനിറ്റി വരും. ടൈപ്പ് 1 ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആവും. ടൈപ്പ് 2 വരുമ്പോ എത്രയാവും? റാമ്പാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ കൺക്ലൂഷൻ പറയാം. ടൈപ്പ് 2 യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് ആയിരുന്നു കൊടുത്തിരുന്നത്. ഇവിടെ ഇൻപുട്ട് മാറിയിട്ടുണ്ട്. ഇൻപുട്ട് റാമ്പ് ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ESS ഫോർ റാമ്പ് ഇൻപുട്ട് അത് കാണാനുള്ള ഫോർമുല 1/kV എന്നുള്ള ഫോർമുല. 1/kV. kV വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി ആക്ച്വലി ഇത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ടൈപ്പ് 2 സിസ്റ്റം ആണെങ്കിൽ അതിന്റെ റാമ്പ് ഇൻപുട്ട് കൊടുത്താലുള്ള എറർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. എനിവേ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയാം. റാമ്പ് ഇൻപുട്ട് വരുമ്പോൾ നമ്മൾ KP പൊസിഷൻ എറർ കോൺസ്റ്റന്റ് അല്ല, KV എന്നുള്ള ടേമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. KV വെലോസിറ്റി എറർ കോൺസ്റ്റന്റ്. Velocity error constant of a system is calculated using this formula. Limit s tends to 0, s into g of s into h of s. S into s on multiply ചെയ്യണം ട്ടോ. s into g of into h of s. ലിമിറ്റ് ഈ സിസ്റ്റത്തിലേക്ക് നമുക്ക് ടൈപ്പ് 2 സിസ്റ്റം ആണ്, കാരണം s² ഡിനോമിനേറ്റർ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ സാധാരണ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാവുന്നതാണ്. 2s ഡിവൈഡഡ് ബൈ s² ഡിനോമിനേറ്റർ വരുമ്പോൾ എന്തായാലും ഒരു s ഫാക്ടർ മാത്രമേ ക്യാൻസൽ ആയി പോവുള്ളൂ. There will be s factor in the denominator. When we put s equal to 0, it become infinity. KV is infinity. So 1/kV become 1/infinity equal to 0. So for first type 1 system, ESS type 1 ആണെങ്കിൽ type 0 ഞാൻ ഇങ്ങനെ എഴുതാം. type 1 type 1 ഇത് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാതെ കിട്ടും. type 2 ESS ആണ് ഇവിടെ വരുന്നത്. സ്റ്റെപ്പ് ESS റാമ്പ് ESS പാരാബോള. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം. ഇത് ടൈപ്പ് 0 സിസ്റ്റം ആണെങ്കിൽ സ്റ്റെപ്പ് റെസ്പോൺസിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ 1/1 പ്ലസ് KP എന്നുള്ള വാല്യൂ ആണ്. ടൈപ്പ് 1ലേക്ക് വരുമ്പോൾ KP ഇൻഫിനിറ്റി ആവും. Steady state error for step input becomes 0. For type 2 system, it is also 0. ESS for ramp input for type 0 system is infinity. ESS for ramp input for type 1 system is 1/kV. In this case, KV will be a finite value. Type 2 system like KV infinity of 1/infinity 0. ESS for parabolic input. For type 0 system, it is infinity. Type 1 system for parabolic input is infinity. And for type 2 system, it is 1/KA. For KA is acceleration error constant. Acceleration error constant. Okay. Acceleration error constant KA equal to limit s tends to infinity s² into g of s into
H of S. വാല്യൂസ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്കിത് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ടൈപ്പ് 2 സിസ്റ്റം ആകുമ്പോൾ റാമ്പ് ഇൻപുട്ടിന്റെ എറർ എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ലിമിറ്റ് s tends to 0 ഇൻഫിനിറ്റി വരെ അല്ലേ? അതാണ് ഒന്നുകൂടെ ചോദിക്കാവോ? കെയുടെ ലിമിറ്റ് 0 തന്നെ. 0 അത് മാറിപ്പോയി. എല്ലാത്തിലും ലിമിറ്റ് s tends to 0 തന്നെ. സ്ക്വയർ g of x ന്റെ h of x. അത് ഇക്വേഷൻസ് ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് ആൻസർ 0. ഓപ്ഷൻ എ ഈസ് 0. യെസ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് എപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ. ഇത് ചോദിക്കാനുള്ള സ്റ്റഡി സ്റ്റേറ്റ് എററായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഫോർ എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം, ഡാമ്പിംഗ് റേഷ്യോ zeta is 0, less than zeta, less than or equal to 1, less than 1, then the roots of the characteristic polynomial are. Roots of the characteristic polynomial. What is meant by characteristic polynomial? If you consider a closed loop system, with forward path gain transfer function is given by C of S by R of S, which is equal to G of S divided by 1 plus G of S into H of S. Option A, real but not equal. Oh. G of S into H of S. That's check here. G of S divided by 1 plus G of S into H of S. Now, characteristic polynomial. Characteristic polynomial. Polynomial is 1 plus G of S into H of S. And characteristic equation is 1 plus G of S into H of S equal to 0. ഇതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. 1 പ്ലസ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ ആണ് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നത്. ഏത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ? ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ ആണ് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡിനോമിനേറ്റർ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എസിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് they are closed loop poles. So roots of characteristic equation equal to closed loop poles. Closed loop poles. നമുക്കത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡാമ്പിംഗ് റേഷ്യോ ഇതാണെന്ന് തന്നിട്ടുണ്ട്. ദെൻ ദ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ പോൾസിന്റെ ലൊക്കേഷനും സീറ്റയുടെ വാല്യൂ ആയിട്ട് റിലേറ്റഡ് ആണ്. എങ്ങനെയാണ് അത് വരുന്നത് നമുക്ക് നോക്കാം. സിസ്റ്റത്തിന്റെ ബിഹേവിയറും അതുപോലെ പോൾസിന്റെ ലൊക്കേഷൻ ഇത് എക്സ്പ്ലെയിൻ ആണ്. റിയൽ എസ് ആൻഡ് എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ അത് റിയൽ പാർട്ട് ഓഫ് എസ്, റിയൽ എസ് ആൻഡ് ജെ ഇൻറ്റു imaginary S, where the poles are located in S-plane. By S-plane poles in the location stable system ആണെങ്കിൽ it will be on the left half S-plane. അപ്പോൾ നമുക്ക് റിയൽ പോൾസ് ആണ് വരുന്നതെങ്കിൽ
പോൾസിന്റെ ലൊക്കേഷൻ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്, P1 ആൻഡ് P2. സെക്കൻഡ് ഓർഡർ സിസ്റ്റം. അപ്പോൾ നമുക്കിവിടെ -P1 എന്നുള്ള പോയിന്റിലും -P2 എന്നുള്ള പോയിന്റിലും രണ്ട് പോൾസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്താൽ ഈ സിസ്റ്റം സ്റ്റേബിൾ ആണല്ലോ, എന്തായാലും സ്റ്റേബിൾ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിലെ പോൾസ് ആർ റിയൽ ബട്ട് നോട്ട് ഈക്വൽ. പോൾസ് ആർ റിയൽ ബട്ട് നോട്ട് ഈക്വൽ. ഓക്കെ, റിയൽ ബട്ട് നോട്ട് ഈക്വൽ. ബട്ട് പോൾസിന്റെ ലൊക്കേഷൻ ഈ രണ്ട് പോയിന്റിലാണെങ്കിൽ അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് നോക്കൂ, റിയൽ ആയിട്ടുള്ള നെഗറ്റീവ് റിയൽ വാല്യൂസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഓവർ ഡാംപ്ഡ് ആയിരിക്കും. ഓവർ ഡാംപ്ഡ്, there will not be any oscillation. ഓവർ ഡാംപ്ഡ് റെസ്പോൺസ് ആണ്. പോൾസ് ആർ റിയൽ ബട്ട് നോട്ട് ഈക്വൽ, ഓവർ ഡാംപ്ഡ് ആണ്. ഫസ്റ്റ് കേസ് ഈസ് ഓവർ ഡാംപ്ഡ്. റെസ്പോൺസ് e raised to P1t minus P1t plus K1 into e raised to minus P1t plus K2 into e raised to P2t. ഈ ഫോമിലാണ് അതിന്റെ റെസ്പോൺസ് വരിക. എക്സ്പോണൻഷ്യൽ ഡീകേ ടേംസ് മാത്രമേ വരുന്നു. രണ്ടാമത്തെ കേസ്, പോൾസ് രണ്ടും ഒരേ ലൊക്കേഷനിലേക്ക് വരികയാണ്. ഒരേ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ P1 ഈക്വൽ ടു P2 എന്നുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ അത് ക്രിറ്റിക്കലി ഡാംപ്ഡ് ആണ്. ക്രിറ്റിക്കലി ഡാംപ്ഡ് ആണ്. ഓസിലേറ്ററി അല്ല റെസ്പോൺസ്. റെസ്പോൺസ് ഓസിലേറ്ററി അല്ലാതായിട്ട് അല്ല, പക്ഷെ ഓസിലേറ്ററി ആയിട്ട് മാറാവുന്ന കണ്ടീഷനിലേക്ക് എത്തുകയാണ്. പിന്നീട് ഈ പോൾസ് കോംപ്ലക്സ് പ്ലെയിനിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഓക്കെ, വേറൊരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ടുള്ള പോൾസ് ആയിട്ട് മാറുകയാണെന്ന് വിചാരിച്ചത്. ഈ കോൺജുഗേറ്റ് പോൾസ് ആയിട്ട് മാറുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? ഇത് ഓസിലേറ്ററി ആയിട്ടുള്ള റെസ്പോൺസ് ആയിട്ട് മാറുന്നത്. കോൺജുഗേറ്റ് പോൾസ് വരുമ്പോഴാണ് അതിന് ഈ പറഞ്ഞ പോലെ അണ്ടർ ഡാംപ്ഡ് കണ്ടീഷനിലേക്ക് വരുന്നത്. അണ്ടർ ഡാംപ്ഡ് കേസിലാണ് നമുക്ക് ഓസിലേറ്ററി ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ പോൾസിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കും വരിക എന്നറിയോ? ഇത് P1, ഇത് P2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ P1 ആൻഡ് P2. P1 will be minus P1, P2. രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാം. P1, P2 will be equal to minus zeta omega n plus or minus j into omega n into square root of 1 minus zeta square. ഈ വാല്യൂ വരുന്നത് സീറ്റ 0ക്കും 1നും ഇടയ്ക്ക് വരുമ്പോഴാണ്. അപ്പൊ കോംപ്ലക്സ് പ്ലെയിനിലേക്ക് റൂട്ട്സ് എൻ്റർ ചെയ്യുമ്പോഴാണ് സിസ്റ്റത്തിന്റെ റെസ്പോൺസ് അണ്ടർ ഡാംപ്ഡ് റെസ്പോൺസ് ആയിട്ട് മാറുന്നത്. തേർഡ് കേസിലാണ് അണ്ടർ ഡാംപ്ഡ് റെസ്പോൺസ് വരുന്നത്. അണ്ടർ ഡാംപ്ഡ് മീൻസ് damped oscillations will be there. Okay, അപ്പോൾ 3 കണ്ടീഷനിലും ക്ലോസ് ലൂപ്പ് പോൾസിന്റെ ലൊക്കേഷൻ. അപ്പൊ ഈ ക്ലോസ് ലൂപ്പ് പോൾസിന്റെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നെയാണ്. ക്ലോസ് ലൂപ്പ് പോൾസ് ആർ സെയിം ആസ് റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് സിസ്റ്റം ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഡൗട്ട് ചോദിച്ചോ? ശരിയാ. ഓക്കെ, ഓക്കെ, അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? യെസ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് പോൾസ്. ഇമാജിനറി ആയിട്ടുള്ള പോൾസ് ആണ് വരുന്നെങ്കിലോ? ഇപ്പോൾ ഇമാജിനറി പോൾസ് ആണ് വരുന്നത് എന്ന് കരുതുക. പോൾസിന്റെ ലൊക്കേഷൻ ഇവിടെയും ഇവിടെയായിട്ടാണ് വരുന്നത്. ജെ ഒമേഗ മൈനസ് ജെ ഒമേഗ. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും വരുന്നത്? ആ സിസ്റ്റത്തിന്റെ പേരുണ്ട്, പക്ഷെ പ്രാക്ടിക്കലി അത് വരാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാത്തതാണ്. എന്തായിരിക്കും പേര്? ഇറ്റ് ഈസ് കാൾഡ് അൺഡാംപ്ഡ് സിസ്റ്റം. മീൻസ് ആ ഒരു പർട്ടിക്കുലർ ഓസിലേഷൻസ് ഉണ്ടാവുമെങ്കിൽ അത് ഡാമ്പ് ചെയ്യില്ല. ഡാമ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ്
ഒരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് സെറ്റിൽ ചെയ്യില്ല. ഇറ്റ് വിൽ ബിക്കം ഓസിലേറ്ററി. ഓക്കെ, അതാണ് നമ്മൾ മാർജിനലി സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഇസ് കാൾഡ് മാർജിനലി സ്റ്റേബിൾ. മീൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സസ്റ്റെയിൻഡ് ഓസിലേഷൻസ്. ഓസിലേറ്ററി ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന സിസ്റ്റമാണ് ഇത് വരിക. ആൻഡ് ദിസ് സിസ്റ്റം ഈസ് കാൾഡ് അൺഡാംപ്ഡ് സിസ്റ്റം. ഓക്കെ, സാറേ അറിയുന്നില്ലേ? ഈ സമയത്ത് സീറ്റയുടെ വാല്യൂ നമുക്ക് പറയാൻ പറ്റുമോ? സീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. 0 ആയിരിക്കും. ഡാമ്പിംഗ് ഇല്ല. അതെ, സീറ്റ ഈക്വൽ ടു 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു 2 into s plus 1 divided by s square plus 2s plus 5, then f of 0 plus and f of infinity are given by തന്നിരിക്കുന്നത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആസ് 2 into s plus 1 divided by s square plus 2s plus 5. I have to find initial value and final value of the function. F of 0 plus the value of the function at t equal to 0 plus. Sometimes it is called the initial value. Initial value theorem, final value theorem. ഇത് രണ്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് എഫ് ഓഫ് എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനീഷ്യൽ വാല്യൂ തിയറം ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് 0 ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. Can calculate initial value from Laplace transform of the function using this formula, limit s tends to infinity s into f of s. ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് കാണും. ലിമിറ്റ് s tends to infinity s into 2s plus 1, 2 into s plus 1 divided by s square plus 2s plus 5. S tends to infinity എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എസിന്റെ ഹയസ്റ്റ് പവർ ഓക്കെ ബി ആണ് അല്ലേ? സീറോ ആണ് ഫൈനൽ വാല്യൂ അല്ലേ? റൈറ്റ് ആൻസർ, കറക്റ്റ് ആണ് ബി. ഇവിടെ നമ്മൾ എസിന്റെ ഹയസ്റ്റ് പവർ എസ് സ്ക്വയർ ആണ്. എസ് സ്ക്വയർ നമ്മൾ പുറത്തേക്ക് എടുക്കണം. ലിമിറ്റ് എസ് ടെൻസ് ടു ഇൻഫിനിറ്റി എസ് സ്ക്വയർ ഇൻറ്റു square into 2 1 plus 1 by s divided by s is taken from this, s square is taken from denominator, we get 1 plus 2 by s plus 5 by s. S square get cancelled, we'll get 2 1 by s equal to infinity. 1 by infinity എന്ന് പറയുമ്പോൾ 0 ആണ് വരിക. 2 by infinity 5 by infinity ഒക്കെ 0 ആണ്. 2 by 1 equal to 2. So this is initial value. Final value of the function f of infinity equal to final value limit s tends to 0 s into f of s. Limit s tends to 0 s into 2 into s plus 1 divided by s square plus 2s plus 5. ഇവിടെ നമുക്ക് എസിന് 0 ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ബിക്കം 0 ആൻഡ് ഡിനോമിനേറ്റർ ഈസ് 5. 0 ആണ് ആൻസർ വരുന്നത്. ഇനീഷ്യൽ വാല്യൂ ഈസ് 2 ആൻഡ് ഫൈനൽ വാല്യൂ ഈസ് 0. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനീഷ്യൽ വാല്യൂ തിയറം ആൻഡ് ഫൈനൽ വാല്യൂ തിയറം ഇത് രണ്ടും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കാണാം. ഫൈനൽ വാല്യൂ തിയറം. Okay, correct answer B ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The final value theorem is used to find the option A steady state value of the system output, B initial value of the system output, C transient behavior of the system output, option D none of these.
സോ എന്ത് ഔട്ട് ചെയ്യാനാണ് നമ്മൾ ഫൈനൽ വാല്യൂ തിയറം യൂസ് ചെയ്യുന്നത്? യെസ്, Shabnam, right answer is steady state value. Steady state or final value. Steady state value means value of the output as t tends to infinity. Next question. Consider a feedback control system with a loop transfer function k into 1 plus 0.5s divided by s into 1 plus s into 1 plus 2s. The type of the closed loop system. ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്ന. ഡയറക്റ്റ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ ടൈപ്പ് നമ്പർ ആണ് ചോദിച്ചിട്ടുള്ളത്. ജി ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ് ലൂപ്പ് ഫംഗ്ഷൻ. അതിന്റെ ടൈപ്പ് നമ്പർ എത്രയാണ്? ഓർഡർ ഓഫ് മൾട്ടിപ്ലിസിറ്റി ഓഫ് പോൾ അറ്റ് ഒറിജിൻ. യെസ്, ടൈപ്പ് 1 സിസ്റ്റം. കറക്റ്റ്. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഇവിടെ എസിന്റെ പവർ 1 ആണ്, എസ് ഫാക്ടറിന്റെ പവർ 1 ആണ്. ഇതിന്റെ ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഓർഡർ പറയാം. ഓർഡർ ഓഫ് ദ സിസ്റ്റം എന്താണ് വരിക? ടൈപ്പ് നമ്പർ 1 ആണ്. ഓർഡർ ഓഫ് ദ സിസ്റ്റം, ഓർഡർ ഈസ് 2 ആണോ ശബ്ദം? 2 ആണോ? അതായത് ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി ആണ് നമ്മൾ ഓർഡർ ആയിട്ട് പറയുന്നത്. ഓർഡർ 3 ആണ്. ഓർഡർ 3. ടൈപ്പ് 1 ഓർഡർ 3 സിസ്റ്റം ആണ്. യെസ്, ഓർഡർ. ഓക്കെ, ടൈപ്പ് 1 ഓർഡർ 3 സിസ്റ്റം. അത് ചോദിക്കാറുള്ളതാണ്, ടൈപ്പ് ആൻഡ് ഓർഡർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എ സെക്കൻഡ് ഓർഡർ സിസ്റ്റം with the closed loop transfer function t of s equal to 9 divided by s square plus 4s plus 9, the settling time for 2% band in seconds is. Settling time for a second order system. ഇത് ഏത് തരം സിസ്റ്റം ആയിരിക്കും? അണ്ടർ ഡാംപ്ഡ് സിസ്റ്റമാണ്. അണ്ടർ ഡാംപ്ഡ് സിസ്റ്റത്തിന്റെ റെസ്പോൺസ് നമ്മൾ പ്ലോട്ട് ചെയ്തിരുന്നു. അതിന്റെ റെസ്പോൺസ് ഫൈനൽ വാല്യൂന്റെ 2%ലേക്ക് സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ടൈം സ്റ്റെപ്പ് റെസ്പോൺസ് സി ഓഫ് ടി 1. ഇൻപുട്ട് 1 ആണ് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ സ്റ്റെപ്പ് റെസ്പോൺസ് മറ്റൊരു കളറിൽ പ്ലോട്ട് ചെയ്യാം. സ്റ്റെപ്പ് റെസ്പോൺസ് നമുക്ക് നോക്കാം. ഈ രീതിയിലാണല്ലോ സ്റ്റെപ്പ് റെസ്പോൺസ് വന്നത്. ഓക്കെ, ഇതൊരു 2%. ഫൈനൽ വാല്യൂ ഈസ് 1. അതിന്റെ 2%ലേക്ക് സെറ്റിൽ ചെയ്ത് എടുക്കുന്ന ടൈം 2%. അതുപോലെ 5% ആണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറ്റിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ടി എസ് ഫോർ 2%. 2% സെറ്റിലിംഗ് ടൈം കാണാനുള്ള ഫോർമുല ഓർത്തിരുന്നാൽ മതി. 4 divided by zeta omega n. And 1 by zeta omega n. For a second order system, it is called a time constant. Time constant. So 4 times time constant ആണ് നമുക്ക് 2% സെറ്റിലിംഗ് ടൈം. അതേസമയം ടി എസ് ഫോർ 5% സെറ്റിലിംഗ് ടൈം ആണ് ചോദിക്കുന്നതെങ്കിൽ 3 divided by zeta omega n. ഓക്കെ, ഡയറക്റ്റ് കാൽക്കുലേഷൻ നടത്താനേ ഉള്ളൂ. നമുക്ക് zeta-യും omega n-ഉം ഫൈൻഡ് ഔട്ട് ചെയ്യണം. omega n സ്ക്വയർ എന്താണ് വരുന്നത്? omega n സ്ക്വയർ ഈക്വൽ ടു 9 implies omega n ഈക്വൽ ടു 3 radians per second. ഇനി വരുന്നത് 2 zeta omega n-ന്റെ വാല്യൂ ആണ്. അത് 4 ആണ്. അതിൽ നിന്ന് നമുക്ക് zeta-യുടെ വാല്യൂ 4 divided by 6, 4 by 6 ആണ്. 2 by 3 എന്ന് കിട്ടും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2% ബാൻഡിലേക്ക് സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. 2% ബാൻഡിലേക്ക് സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന ടൈം നമ്മൾ 4 by zeta omega n എന്നുള്ള ആ ഫോർമുല യൂസ് ചെയ്യാം. യെസ്, 2 seconds. റൈറ്റ് ആൻസർ 2 seconds ആണ്. കറക്റ്റ് ആണ്. ശബ്നം, കിട്ടിയ ആൻസർ? യെസ്, ഓക്കെ. ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? If the characteristic equation of closed loop system is s square plus 2s plus 1 equal to 0, then the system is overdamped, underdamped, critically damped. Option D, undamped. ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്, ഒരു മെത്തേഡ് തന്നെയാണത്. ക്ലോസ് ലൂപ്പ് പോൾസ് ആർ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. പോൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. യെസ് യെസ് ശബ്നം, എന്താണ് പോൾസ് കിട്ടിയിരിക്കുന്നത്? റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ s square plus 2s plus 2 equal to 0. Roots are s1 comma s2 equal to minus 1 plus or minus j1. ഇതാണ് ഇതിന്റെ റൂട്ട്സ് ആയിട്ട് കിട്ടുന്നത്. കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ് ആണ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട്സ്. So poles are complex conjugate. The system is underdamped. സർ സീറ്റ് കണ്ടുപിടിച്ചാൽ ചെയ്യാൻ പറ്റില്ലേ? ഒരു മിനിറ്റ്. പറഞ്ഞോളൂ. സീറ്റ് കണ്ടുപിടിച്ചിട്ടും ചെയ്യാൻ പറ്റില്ലേ? സീറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാം. ഓക്കെ. അല്ല, ഇത് സീറ്റ ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം ആണ്. എങ്ങനെ സീറ്റ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലേ? കാണാം. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ പ്ലസ് സെയിം ആണ്. സീറ്റയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര സീറ്റയുടെ വാല്യൂ കിട്ടിയത്? 1/√2 കിട്ടും. 1/√2 അല്ലേ? യെസ്. അങ്ങനെ കാണാം. ഇത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് അതിന്റെ റൂട്ട്സ് കോംപ്ലക്സ് ആകുമ്പോൾ അത് രണ്ടും സെയിം തന്നെയാണ്. ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്. അങ്ങനെ ചെയ്യാം. ഓക്കെ. അണ്ടർഡാംപ്ഡ് സിസ്റ്റം. നെക്സ്റ്റ്, consider a characteristic equation given by s raised to 4 plus 3s cube plus 5s square plus 6s plus k plus 10. The condition for stability. Condition for stability ആണ്. ഇവിടെ കെ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ കെയുടെ ഏത് റേഞ്ചിലാണ് സിസ്റ്റം സ്റ്റേബിൾ ആവുക എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇത്തരത്തിൽ വരുമ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ പവർ 3യിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റൂട്ട്സ് ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലല്ലോ. അപ്പൊ പവർ എന്ന് പറയുന്നത് 7 ഒക്കെ വരാം, 7, 8 ഏത് നമ്പറും വേണമെങ്കിൽ വരാം. അങ്ങനെ വരുമ്പോൾ ഹയർ ഡിഗ്രി പോളിനോമിയൽ ആണ് ഡിനോമിനേറ്റർ വരുന്നതെങ്കിൽ വി കാൻ ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് പോൾസ്. ഡയറക്ട്ലി നമുക്ക് കാണാൻ പറ്റില്ല. അതിന് പകരം നമുക്ക് ഒരു കാര്യം ചെക്ക് ചെയ്യാം. പോൾസ് എല്ലാം ലെഫ്റ്റ് ഹാഫ് എസ് പ്ലെയിനിലാണ് കിടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം ഫോർ സ്റ്റെബിലിറ്റി ദിസ് ഈസ് എസ് പ്ലെയിൻ റിയൽ എസ് and j in the imaginary part of s. That is sigma j omega എന്നാണ് വരിക. s is sigma plus j omega. Real part of s is sigma. നമുക്ക് നോക്കാം ഏത് ഭാഗത്താണ് പോൾസ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഫോർ സ്റ്റേബിൾ സിസ്റ്റം. സ്റ്റേബിൾ സിസ്റ്റം ആകുമ്പോൾ പോൾസിന്റെ ലൊക്കേഷൻ ലെഫ്റ്റ് ഹാഫ് എസ് പ്ലെയിൻ ആണ്. ദിസ് ഈസ് ലെഫ്റ്റ് ഹാഫ് എസ് പ്ലെയിൻ, LHS plane, and this is RHS plane. പോൾസിന്റെ ലൊക്കേഷൻ എല്ലാം തന്നെ ഇവിടെ ആയിരിക്കണം. ഓക്കെ, LHS പ്ലെയിൻ പോൾസ് ആയിരിക്കണം. ഏതെങ്കിലും പോൾ RHS പ്ലെയിനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ സിസ്റ്റത്തിന് ഇൻഡിക്കേറ്റ് ചെയ്യും. സിസ്റ്റം ബിക്കം അൺസ്റ്റേബിൾ. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ബിക്കം അൺബൗണ്ടഡ് ഈവൻ ഇഫ് ഇൻപുട്ട് ഈസ് ബൗണ്ടഡ്. ബൗണ്ടഡ് ഔട്ട്പുട്ട്, ബൗണ്ടഡ് ഇൻപുട്ട്, ബൗണ്ടഡ് ഔട്ട്പുട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പോൾസിന്റെ ലൊക്കേഷൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡാണ് റൂട്ട് സ്റ്റെബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. റൂട്ട്
ടേബിൾ യൂസ് ചെയ്തിട്ട് റൂട്ട് അറേ എന്ന് പറയും. റൂട്ട് അറേ ഫോം ചെയ്യാം. റൂട്ട് അറേ ഫോം ചെയ്യാം. എങ്ങനെയാണ്? S⁴, അത് ചെക്ക് ചെയ്യുന്ന ഇതാണ്, റൈറ്റ് ഹാഫ് എക്സ്പ്ലെയിൻ പോൾസ് വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. നമ്പർ ഓഫ് സൈൻ ചേഞ്ചസ് ഇൻ ദ ഫസ്റ്റ് കോളം ഓഫ് റൂട്ട് അറേ will give the number of poles on the right half explain. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് മെത്തേഡ് നോക്കാം. S⁴ റോ എന്ന് പറയുമ്പോൾ S⁴ കോഎഫിഷ്യന്റ്, S² കോഎഫിഷ്യന്റ്, പിന്നെ കോൺസ്റ്റന്റ് ടേം, അതായത് ഓൾട്ടർനേറ്റ് ടേംസിന്റെ കോഎഫിഷ്യന്റ് എടുക്കാം. 1 5 k plus 10, 1 5 k plus 10. S³ റോ, S³ റോ, silent. Next 3 6, നമ്മൾ 3ഉം 6ഉം എടുക്കാം. S² റോ, S² റോ ഫോം ചെയ്യുന്നത് 3 into 5 minus 1 into 6 divided by 3. 3 into 5 minus 1 into 6 divided by 3. This is 15 minus 6, 9 by 3 equal to 3. Then 3 into k plus 10 minus 1 into 0. 3 into k plus 10 minus 1 into 0. 1 into 0 divided by 3 equal to k plus 10. K plus 10. K plus 10. Next row, S⁴ row. 3 into 6 minus 3 into k plus 10. 18 minus 30. 18 minus 30. കെയുടെ വാല്യൂ ബൈ 3 എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 3 ആണ് വരുന്നത്. 18 minus 3 into k plus 10 divided by 3 equal to 18 minus 30 എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ എത്ര വരുന്നത്? -4 ആണ്. -4 minus k, -4 minus k, then 0. S⁴ റോ അങ്ങനെ ഫോം ചെയ്യാം. S⁴ റോ, that will be k plus 10. So for stability, stable system, there should not be no sign change in the first column of root array. No sign change in the first column of root array. Well, there is no sign change in the first column of root array. 1 3 3. അപ്പോൾ ഫസ്റ്റ് കോളം നമ്മൾ എടുക്കുക. ഫസ്റ്റ് കോളത്തിലെ സൈൻ ചേഞ്ച് നമ്മൾ നോക്കാം. ആണ് ഫസ്റ്റ് കോളം. There should not be any sign change in the first column of root array. That means -4 minus k should be greater than 0. Implies k should be less than -4. Next, k plus 10 greater than 0. K should be greater than -10. അപ്പോൾ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. K should be less than -4 and k should be greater than -10. So -10 less than k less than -4.
minus 10 less than k less than minus 4. Correct option ഏതാണ്? മെത്തേഡ് മനസ്സിലായല്ലോ? മനസ്സിലായോ? അങ്ങനെ കാൽക്കുലേഷൻ അല്ലേ? ആ ഡിനോമിനേറ്ററിൽ വരുന്ന 3 ലാസ്റ്റത്തെ ടേമില എല്ലാവരിലും 3 ആണോ? അതോ സെക്കൻഡ് ലാസ്റ്റ്? സെക്കൻഡ് ലാസ്റ്റിലും ഫസ്റ്റത്തേലും 3 വരുന്നത്. ഓക്കെ. അല്ല ഇവിടെ കറക്റ്റ് അല്ലേ? ആ ടൈം തന്നെയല്ലേ ഫസ്റ്റ് കോളത്തിലത്തെ ടൈം വരുന്നില്ല ഡിനോമിനേറ്ററിൽ? ഡിനോമിനേറ്ററില് S0 വരുമ്പോ ഇങ്ങനെ വരാം. അതായത് നമ്മൾ ആദ്യം ചെയ്യുമ്പോ സെക്കൻഡ് റോയില് 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് തേർഡ് റോ കിട്ടി. തേർഡ് റോയിൽ നിന്ന് ഫോർത്ത് റോ നമ്മൾ ചെയ്യുമ്പോ തേർഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 3 അത് യൂസ് ചെയ്യണം. S0 വരുമ്പോ -4 - k വരില്ല ഡിനോമിനേറ്ററിൽ? അതെ, അത് വെട്ടിപ്പോവില്ലേ? അതായത് k + 10 × -4 - k ഡിവൈഡ് ബൈ -4 - k എന്ന് പറയുമ്പോൾ ഈ k + 10 എന്നുള്ള ഫാക്ടർ ആയിരിക്കും വരിക. ഈ കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കെയുടെ റേഞ്ച് എന്ന് പറയുന്നത് -10 to -4 എന്നുള്ള വാല്യൂ. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of roots of s³ plus 5s² plus 7s plus 3 equal to 0 in the left half of the s-plane. s³ plus 5s² plus 7s plus 3 equal to 0. That the number of roots of this equation in the left half of the s. റൂട്ട് അറേ വെച്ച് ചെയ്യാം. ഇത് നമുക്ക് റൂട്ട് അറേ വെച്ച് ചെയ്യാം. റൂട്ട് അറേയിൽ s³ റോ നമുക്ക് റൈറ്റ് സൈഡ് പോൾസ് വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഇല്ലെങ്കിൽ 3 പോൾസ് ആണ് ഇതിനുണ്ടാവുക. ടോട്ടൽ നമ്പർ ഓഫ് റൂട്ട്സ് വിൽ ബി 3. നമ്പർ ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 3. ഓക്കെ, നമുക്കിവിടെ 1 7 ആൾട്ടർനേറ്റ് ടേംസിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക. സ്ക്വയർ റോ എന്താണ് വരുന്നത്? 5 3. നെക്സ്റ്റ് s⁻1 റോ. s⁻1 റോ ഫോം ചെയ്ത് 5 × 7 - 1 × 3 divided by 5. 35 - 3 32 by 5. 32 divided by 5. This value is 32 divided by 5. Next 0. s⁻0 റോ it will be 3. ഇത് ചെയ്യണമെന്നില്ല, ഈ വാല്യൂ ആയിരിക്കും. This value. So there is no sign change in the first column of root array. Therefore, number of right half s-plane poles is 0. ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്പർ ഓഫ് റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് s-plane. ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ ഡി. യെസ്, എല്ലാ പോൾസും ലെഫ്റ്റ് ഹാഫ് s-planeലാണ് കിടക്കുന്നത്. നമ്പർ ഓഫ് പോൾസ് ഇൻ ദ നോ സൈൻ ചേഞ്ച് in the first column
column of root array. Therefore, all roots are on the LHS plane. That is, number of poles in the left half of this plane is 3. Option D is correct. All roots are on the LHS plane. അടുത്ത question നമുക്ക് നോക്കാം. A system described by the transfer function h of s equal to 1 by s cube plus alpha square plus ks plus 3 is stable. The constraints on alpha and k are. Transfer function is given. H of s is given as 1 by s square plus alpha square plus ks plus 30. Sorry, 3. The characteristic equation is s square s cube plus alpha square plus ks plus 3 equal to 0. The sign changes നോക്കൂ. റൂട്ട് അറേ ഫോം ചെയ്യാം. ഫ്രോം റൂട്ട് അറേ array is cube row 1 k s square row alpha 3 s raised to 1 row alpha into k minus 3 by alpha. B ആണ് അല്ലേ? Okay, alpha greater than 0, alpha k minus 3 by alpha, and finally s raised to 0 row is 3. The condition for stability is alpha greater than 0 and alpha k minus 3 by alpha greater than 0. Since alpha is greater than 0, alpha k minus 3 should be greater than 0, alpha k greater than 0. Sorry, alpha k greater than 3. Alpha greater than 0. This is first condition. Second condition is alpha k greater than 3. Correct answer is option B. കിട്ടിയല്ലോ റിനിൽ? ബി എന്നുള്ള ഓപ്ഷൻ കിട്ടിയോ? ഓക്കെ റിനിൽ ചോദിച്ചോളൂ. ഓക്കെ കറക്റ്റ്. ഓക്കെ റൈറ്റ്. Next question. The characteristic polynomial of a system is q of s equal to 2s raised to 4 plus s raised to, sorry, q of s equal to 2s raised to 5 plus s raised to 4 plus 4s cube plus 2s square plus 2s plus 1. The system is stable, B marginally stable, C unstable, D oscillatory. നമുക്ക് റൂട്ട് അറേ ഫോം ചെയ്തിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. Q of s equal to 2s raised to 5 plus s raised to 4 plus 4s cube plus 2s square plus 2s plus 1 from root array s raised to 5 row. S raised to 5 row alternate times ആണ് എടുക്കേണ്ടത്. 2 4 2 s raised to 4 row 1 2 1 1 2 1
ഓക്കെ, അപ്പോൾ ഇത് ഈ രണ്ട് റോസും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അടുത്ത എലമെന്റ് എസ് ക്യൂബ് എഴുതുമ്പോൾ 0 ആണ് വരുന്നത്. 0 വരുന്ന കേസാണെങ്കിൽ നമ്മൾ ആ റോ മാറ്റി എഴുതണം. 0 ആണ് വരുന്നത്. 0 വരുന്ന കേസാണെങ്കിൽ നമുക്ക് ഇതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എസ് ക്യൂബ് റോ നമ്മൾ എഴുതുമ്പോൾ ഇതിന് തൊട്ട് മുമ്പേ ഉള്ള റോയിലുള്ള പോളിനോമിയൽ എഴുതാം. ദാറ്റ് ഈസ് കാൾഡ് ഓക്സിലറി polynomial. A of s equal to this one, s raised to 4 plus 2s square. ഇങ്ങനെയാണ് വരിക. ഇതിന്റെ കോഎഫിഷ്യന്റ് യൂസ് ചെയ്യുക, s raised to 4 plus 2s square plus 1. ഈ രീതിയിലാണ് വരിക. And this auxiliary polynomial will be a factor of q of x. A of s will be a factor of q of s. That is, q of s can be written as, that is, q of s means that is q of s equal to a of s into some factor b of s എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് എസ് ക്യൂബ് റോ വീണ്ടും എഴുതാം. എങ്ങനെയാണ് എസ് ക്യൂബ് റോ? ഡി എ ഓഫ് എസ് ബൈ ഡി എസ്, ഇതിന്റെ കോഎഫിഷ്യൻസ് യൂസ് ചെയ്യാം. ഡി എ ഓഫ് എസ് ബൈ ഡി എസ് 4s ക്യൂബ് പ്ലസ് 4 എന്നുള്ള വാല്യൂ യൂസ് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. s raised to 2, 8 minus 4, 4 by 4, 1. ഓക്കെ, 1, 1. വീണ്ടും നമുക്ക് സെയിം പ്രോബ്ലം വരുന്നുണ്ട്. ഇവിടെ എസ് റൈസ് ടു 1 റോ എത്തുമ്പോൾ 0 ആയി മാറുന്നുണ്ട്. നമുക്ക് ബി ഓഫ് എസ് എന്ന് പറയുന്ന സെക്കൻഡ് ഓക്സിലറി ഇക്വേഷൻ എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. സോ ഡി ബി ഓഫ് എസ് ബൈ ഡി എസ് will get a 2s. So this will be 2. Then s raised to 0, 1. There is no sign change in the first column of root array. If ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ, there is no sign change in the first column of root array. So there is no poles on the left half. Sorry, there is no poles on the right half of the S-plane. Number of poles on the right half of S-plane is 0. Okay, മനസ്സിലാവുന്നുണ്ടോ? There is no sign change in the first column of root array. So number of poles lying on the right half S-plane is 0. Okay. പറഞ്ഞത് ക്ലിയർ ആണോ? യെസ്. അപ്പോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ആൻസറും കൂടെ ഒന്ന് പറയാമോ? സ്റ്റേബിൾ എന്നാണ് ശബ്ദം പറഞ്ഞത്. റിനിലിന് എന്തെങ്കിലും ആൻസർ പറയാനുണ്ടോ? 0 എന്ന കാരണം മാർജിനലി സ്റ്റേബിൾ അങ്ങനെ ഉണ്ടോ? 0 വന്നതുകൊണ്ട് മാർജിനലി സ്റ്റേബിൾ. ഓക്കെ, ആ ഒരു ഡൗട്ട് ഉണ്ട് അല്ലേ? ഈ ഓക്സിലറി ഇക്വേഷൻ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത് ഇത്രയും കാര്യങ്ങൾ. ഇപ്പോൾ ഓക്സിലറി ഇക്വേഷൻ വരുമ്പോൾ ആ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷന്റെ ഒരു ഫാക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതാണ് ഒരു ഫാക്ടർ. s raised to 4 plus 2s square plus 1 is a factor of given characteristic polynomial. So this equal to 0 എന്നുള്ള കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് s square plus 1 ഹോൾ സ്ക്വയർ ആണത്. ഇത് വെച്ചിട്ട് നമുക്ക് അതിന്റെ റൂട്ട്സിന്റെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം അത് റൈറ്റ് ഹാഫ് എക്സ്പ്ലെയിനിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും റൂട്ട്സ് എവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എസ് സ്ക്വയർ ഈക്വൽ ടു -1 എന്നുള്ള വാല്യൂ ആണ് എസിന്റെ വാല്യൂ.
പ്ലസ് ഓർ മൈനസ് J1 ആണ്. സോ ഇമാജിനറി ആക്സിസിൽ അപ്പൊ ഇതിന് 4 പോൾസ് ആണ് ഇവിടെ വരുന്നത്. സോ മൾട്ടിപ്പിൾ പോൾസ് at s equal to J1 and s equal to minus J1. ഓക്കെ, ഒരു സിംഗിൾ പോൾ കൂടെയല്ല, മൾട്ടിപ്പിൾ പോൾസ് ആണ്. ഓക്കെ, സിമ്പിൾ പോൾ ആണെങ്കിൽ വളരെ ശ്രദ്ധിക്കുക, if there is a single pole in the imaginary axis, that system will be oscillatory. Okay, simple pole in the imaginary axis means that system will be oscillatory, but a multiple pole in the imaginary axis, that is 2 or more poles at the same location in the imaginary axis, the system become unstable. വേഗം ശ്രദ്ധിക്കുന്ന കേസ് ആണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് പോൾസിന്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ എസ് പ്ലെയിൻ ആണ്. എസ് പ്ലെയിനിലെ സിഗ്മ ജെ ഒമേഗ ആക്സിസ്, ഈ ആക്സിസിലെ പോൾസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് there is a multiple pole, 2 pole at J1 and 2 poles at minus J1. ഓക്കെ, അപ്പൊ അവിടെ 4 പോൾസ് ഇവിടെ പോയി, പിന്നീട് ഒരു 5ാമത്തെ പോൾ എവിടെയോ കിടക്കുന്നുണ്ട്. ഓക്കെ, 5ാമത്തെ പോള് റിയൽ ആക്സിസിൽ, നെഗറ്റീവ് റിയൽ ആക്സിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് 5 പോൾസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇമാജിനറി ആക്സിസിൽ മൾട്ടിപ്പിൾ പോൾ, ഒരേ ലൊക്കേഷനിൽ ഒന്നിൽ കൂടുതൽ പോൾസ് വരുമ്പോൾ യാതൊരു സംശയമില്ല, സിസ്റ്റം അൺസ്റ്റേബിൾ സിസ്റ്റമാണ്. ഒരു പ്രത്യേക കേസാണത്. ഇവിടെ സൈൻ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഈ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിട്ടുള്ള റെസ്പോൺസ് ആണ് തരുന്നത്, അല്ലെങ്കിൽ അൺസ്റ്റേബിൾ സിസ്റ്റം ഈസ് അൺസ്റ്റേബിൾ. ക്ലിയർ ആയല്ലോ? ഇമാജിനറി ആക്സിസ് അല്ലേ, ആ, ഒരു പോള് മാത്രം വന്നാല് അത് അൺസ്റ്റേബിൾ ആവും. അത് മാർജിനലി സ്റ്റേബിൾ. മാർജിനലി അതായത് മൾട്ടിപ്ലിസിറ്റി ഇല്ല എന്ന് വിചാരിച്ചോ, അത് 2 പോൾസ് ഒക്കെ വരാം, 2 പോൾസോ 3 പോൾസോ ഒക്കെ വരാം, അതൊക്കെ മാർജിനലി സ്റ്റേബിൾ സിസ്റ്റമാണ്. അൺസ്റ്റേബിൾ വരാനുള്ള കാരണം ഒരു പോയിന്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ പോൾസ് വരണം. മൾട്ടിപ്ലിസിറ്റി ഓഫ് പോൾസ് വരുമ്പോഴാണ് അൺസ്റ്റേബിൾ സിസ്റ്റം വരുന്നത്. ഇമാജിനറി ആക്സിസിൽ മൾട്ടിപ്ലിസിറ്റി ഓഫ് പോൾസ് വരുമ്പോഴാണ് അത് അൺസ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, റൈറ്റ്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇന്ന് മറ്റു വല്ല ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ നോക്കിയിട്ട് വരിക. നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.